തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോമ്പസ് മീഡിയ തിരുവനന്തപുരം വാർഡിൽ നടത്തുന്ന വാർഡ് പര്യടനത്തിന്റെ ഭാഗമായി ഇന്ന് കോമ്പസ് മീഡിയ എത്തിയിരിക്കുന്നത് തമ്പാനൂർ വാർഡിലാണ്. നമുക്ക് സ്ഥാനാർത്ഥികളോട് ചോദിക്കാം, ഇവിടുത്തെ വോട്ടർമാരോട് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന്. ജയസാധ്യത വളരെ പ്രതീക്ഷയാണ്. കാരണം നമ്മളെ അമ്മമാരും സഹോദരിമാരും ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി BJP ജയിപ്പിക്കാൻ നിൽക്കുകയാണ്. കാരണം മാറി മാറി വന്ന സർക്കാരുകൾ ഈ പാവപ്പെട്ട രാജാജി നഗറിലെ ജനങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇടിഞ്ഞു വിടുന്ന ഫ്ലാറ്റുകൾ, ഭയപ്പോട് കഴിയുന്ന സ്ഥലവാസികൾ, കുട്ടികളുടെ തല പൊട്ടി ആശുപത്രിയിലാകുന്നു. ആമ്പേഴ്സിൻ്റെ നോടി കൂടെ വരുന്ന ജലം മുഴുക്കൻ ആ വീടുകളിൽ കയറുന്നു. അപ്പം ട്രെയിനുകൾ പൊട്ടിയൊലിച്ച് വീടിനകത്ത് കയറുന്നു. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞ വർഷക്കാലങ്ങളായി മാറി മാറി ഭരിച്ച LDF UDFനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അത് ഈ രാജാജി വാർഡ് മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയുടെ എല്ലാ സ്ഥലത്തും തലസ്ഥാന നഗരി തിരുവനന്തപുരം ജില്ല, അതായത് നമ്മുടെ നഗരസഭയുടെ പ്രധാനമായിട്ട് 101 വാർഡുകളിലും BJPക്ക് വേരോട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ മികച്ച പ്രകടനം നടത്താനും വികസനം നടത്താനും കഴിയും എന്നുള്ള ഉറപ്പുണ്ട്. ഇവിടെ മത്സരിക്കുന്നത് 3 സ്ഥാനാർത്ഥികളും മുൻപേ കൗൺസിലർമാരായിട്ടുള്ള ജനപ്രതിനിധികളായിട്ടുള്ള വ്യക്തികളാണ്. അപ്പം അവരുടെ കാലഘട്ടങ്ങളിൽ അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. കാര്യം എൻ്റെ കാലഘട്ടത്തിലും ഞങ്ങളുടെ LDF കാലഘട്ടത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ ആവശ്യത്തിലേറെ വികസന പ്രവർത്തനങ്ങളുണ്ട് ഇവിടെ. അപ്പം അതുകൊണ്ട് വിജയസാധ്യത LDFന് തന്നെ വേണം. വിജയസാധ്യതയെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ UDF കാലത്ത് ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇക്കുറിയും വിജയസാധ്യതയ്ക്കുള്ള പ്രധാന കാരണം. UDF കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതിനുശേഷം ഒരു പ്രവർത്തനം തന്നെ കാര്യമായ ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. കഴിഞ്ഞ 10 വർഷക്കാലമായി ചെയ്തു എന്ന് പറയപ്പെടുന്നത് ആകെക്കൂടെ 300 ചില്ലാനം പേർക്ക് വീട് കൊടുക്കാനുള്ള 37 വീടുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് തറക്കല്ലിട്ടതിന് ശേഷം തന്നെ ഇപ്പം തന്നെ 8 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴാണ് പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ആർക്കാണ് ഈ വീട് എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ യാതൊരു നിഗമനവും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ്. നഗരസഭയിൽ വിവരാവകാശ നിയമം അനുസരിച്ച് ചോദിച്ചപ്പോൾ ഈ 37 വീട് ആർക്കാണ് എന്ന് ചോദിച്ചപ്പോൾ ആർക്കാണ് എന്ന് പോലും പറയാൻ കഴിയാത്തൊരു സ്ഥിതിയിലാണ് തിരുവനന്തപുരം നഗരസഭയുടെ കണക്കുകൾ. ഇനി കോളനി സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് ഫ്ലാറ്റുകൾ പണിതുകൊണ്ടിരിക്കുക തന്നെയാണ്. അതൊരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. ഇനി അതേപോലെ ഒരുപാട് വികസനങ്ങൾ കോളനിക്കകത്തും പുറത്തും നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. നമ്മളെ ബഹുമാനിയായ സംസ്ഥാന പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി നമ്മളെ രാജാജി നഗർ ഉൾപ്പെടെയുള്ള വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കേന്ദ്രമന്ത്രിമാരും ചർച്ച നടത്തേണ്ടായി. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചർച്ച നടത്തി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ രാജാജി നഗറിൽ നമ്മൾ ജയിച്ചു വന്നാൽ, BJP നഗരസഭ പിടിക്കുകയും നമ്മൾ ജയിച്ചു വരികയും ചെയ്താൽ തീർച്ചയായും 100 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഇവിടെ ഉണ്ടാവും. പാർപ്പിട സമുച്ചയങ്ങൾ, ലോകതല നിലവാരമുള്ള പാർപ്പിടങ്ങൾ ഇവിടെ നിർമ്മിക്കും. ഫ്ലാറ്റുകൾ, ലിഫ്റ്റ് ഉണ്ടാവും, AC കല്യാണം ഉണ്ടാവും, ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടാവും, വാർദ്ധക്യ സഹജമായിരിക്കുന്നവർക്ക് ഉല്ലാസത്തിനുള്ള പാർക്കുണ്ടാവും, അതുപോലെ കുട്ടികൾക്കുള്ള കളിസ്ഥലം ഉണ്ടാകും. ഇതിന് വന്ന ഹരിതകർമ്മ സേന പോലും കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ നഗരസഭ ഏറ്റെടുത്ത് സംരക്ഷിക്കും. മറ്റേ പാവപ്പെട്ടവർ ഹരിതകർമ്മ വേട്ടയുടെയാണ്. അവർക്ക് നഗരസഭ ഏറ്റെടുക്കുന്നില്ല, അവർക്കൊട്ട് കൊണ്ടുപോയി കളയാനും പറ്റുന്നില്ല. അങ്ങനെ കുറേ പേരെ പേരിൽ പെറ്റിയടിച്ചു, വാഹനങ്ങൾ പിടിച്ചെടുത്തു, അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ബദലായിട്ട് ഹരിതകർമ്മ സേനയും കൂടെ നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും എന്ത് കാര്യത്തിനായാലും ഞാൻ കൂടെ ഉണ്ടാവും. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ചെങ്കൽച്ചൂള എന്നുള്ള രാജാജി നഗർ. ഈ പ്രദേശത്ത് കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ്. ഇവിടെ കഴിഞ്ഞ 10 വർഷമായി ഈ പ്രദേശത്തെ കൗൺസിലർ CPIയുടേതാണ്. CPIയുടെ യുവജന വിഭാഗം തന്നെ ഇവിടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഈ പ്രദേശത്ത് മുഴുകയും AIYFന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഒട്ടിച്ചൊരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. സ്ഥാനാർത്ഥികൾ വികസനമെന്ന വാക്കുപയോഗിച്ച് തന്നെയാണ് വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അടുത്ത 5 വർഷക്കാലം ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വപ്നതുല്യമായ വികസനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നതിൻ്റെ ഒപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന ഉറപ്പോടുകൂടി കോമ്പസ് മീഡിയ.